ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹീറോൻ്റെ പാഷൻ പ്രോ വണ്ടി നമ്മൾ എഞ്ചിൻ വർക്കായിട്ട് നമ്മൾ അയച്ചാണ് കേട്ടോ. അപ്പോൾ നിലവിൽ നമുക്ക് ഒരു വർഷത്തെ വാറണ്ടിയിലാണ് നമ്മൾ ഈ വർക്ക് ചെയ്യണത്. ഒരു വർഷം അല്ലെങ്കിൽ 12,000 കിലോമീറ്റർ, അതാണ് അതിൻ്റെ വാറണ്ടിയുടെ കാലാവധി. ഓട്ടം കൂടുതലുള്ള വണ്ടിയാണെങ്കിൽ 12,000 കിലോമീറ്റർ കണക്കാക്കും. ഓട്ടം കുറവുള്ള വണ്ടിയാണെങ്കിൽ ഒരു വർഷമായി കഴിയുമ്പോഴത്തേക്കും വാറണ്ടി കാലാവധി അങ്ങനെയാണ് നിശ്ചയിച്ചത് കേട്ടോ. അത് ഓൾറെഡി നമുക്ക് പുതിയ വണ്ടി എടുത്താലും അതിൻ്റെ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻ അങ്ങനെയാണ്. അപ്പോൾ നമ്മളതിൻ്റെ മാറ്റുന്ന വർക്കിൻ്റെ, അതായത് ചെയ്യുന്ന വർക്കിൻ്റെ മാറ്റുന്ന പാർട്സുകളുടെ ജസ്റ്റ് ഒരു ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ഇടുന്നത്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഒട്ടുമിക്ക പാർട്സുകളും നമ്മൾ എല്ലാ പാർട്സും, അതായത് റീപ്ലേസ് ചെയ്യുന്ന എല്ലാ പാർട്സും നമ്മൾ മാറ്റാണ്. അതിനകത്ത് 2 ഐറ്റം മാത്രമാണ് നമുക്ക് ലെയ്ത്ത് വർക്കായിട്ട് ചെയ്തെടുത്താണ്. അതിനകത്ത് നമുക്ക് ഈ ക്യാം ഷാഫ്റ്റിൻ്റെ ഈ 2 സൈഡിലത്തെ ബെയറിങ് നമ്മൾ ലെയ്ത്തി കൊടുത്ത് മാറ്റി മേടിച്ചാനാണ്. കാരണം ഈ ക്യാം ഷാഫ്റ്റിന് വേറെ കംപ്ലയിൻ്റ് ഇല്ല, ഈ ക്യാം ഷാഫ്റ്റിൻ്റെ ഭാഗത്ത് വേറെ കംപ്ലയിൻ്റ് ഇല്ല. സൈഡ് ബെയറിങ് മാത്രമാണ് നമുക്കൊരു പ്ലേ ആയിട്ട്, അതായത് ഈ ചെറിയ ബെയറിങ് മാത്രമാണ് പ്ലേ ആയിട്ട് തോന്നിയുള്ളൂ. പക്ഷേ നമ്മൾ മാറ്റിയപ്പോൾ 2 ബെയറിങ് കൂടി മാറ്റിയിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ നമുക്ക് അതിൻ്റെ ഈ വാൽവ് മാറ്റി ഈ പുതിയ വാൽവ് സെറ്റ് ചെയ്തതാണ്. ഈ 2 വാൽവ് മാറ്റി പുതിയ വാൽവ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ മാറ്റിയേക്കണ വാൽവ് ഇതുണ്ടോ. അതേപോലെ തന്നെ ആ വാൽവ് വർക്ക് ചെയ്യണ ഗൈഡിൻ്റെ ഭാഗവും തേയ്മാനം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വാൽവ് ഗൈഡും കൂടി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത്ര ഐറ്റംസ് നമ്മൾ ലേറ്റി കൊടുത്ത് ചെയ്തതാണ്. ക്യാം ഷാഫ്റ്റ് 2 സൈഡ് ബെയറിങ് മാറ്റിയിട്ടുണ്ട്, 2 വാൽവും അതിൻ്റെ ഗൈഡും മാറ്റി സീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയും നമ്മൾ ലേറ്റി ചെയ്താണ് വർക്കാണ് കേട്ടോ. ബാക്കിയത്തെ പാർട്സുകൾ ഉള്ളതാണ് നമ്മൾ മാറ്റി പുതിയ പാർട്സുകളാണ് സെറ്റ് ചെയ്യുന്നത്. അതായത് ക്രാങ്ക് ഷാഫ്റ്റൊക്കെ നമ്മൾ അസംബ്ലി പടി മാറ്റാണ്. അത് നമുക്ക് വരുന്നതെല്ലാം കമ്പനിയുടെ ജെനുവിൻ ഒറിജിനൽ പാർട്സ് മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യണുള്ളൂ. അതിനകത്ത് മെയിനായിട്ട് വരുന്ന പാർട്സ് എന്ന് പറഞ്ഞാൽ ക്രാങ്ക് ഷാഫ്റ്റാണ്. ക്രാങ്ക് ഷാഫ്റ്റിന് 3,850 രൂപയാണ് നമുക്കതിന് കോസ്റ്റ് വരാം. പിന്നെ അതിൻ്റെ സിലിണ്ടർ വിത്ത് പിസ്റ്റൺ കിറ്റായിട്ടാണ് വരാം. അതിൻ്റെ റേറ്റ് വരുമ്പോഴത്തേക്ക് നമുക്ക് 2,719 രൂപയാണ്. ഇതൊക്കെ നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് സ്റ്റോക്കാണ് എടുത്താണ് കേട്ടോ. ഇതിപ്പോൾ ജനുവരി 26 സ്റ്റോക്കാണ് വന്നതാണ്. ക്രാങ്ക് ഷാഫ്റ്റ് വന്നേക്കുന്നത് ഡിസംബർ 25, ഏകദേശം ഒരു 3 മാസത്തെ ആ ഒരു കാലയളവിലുള്ളിലുള്ള ഐറ്റംസാണ് നമ്മൾ എടുത്തത്. ഇങ്ങനത്തെ പാർട്സുകൾ നമ്മൾ പുതിയ സ്റ്റോക്ക് എടുത്ത് ചെയ്യുന്നത് പറഞ്ഞാൽ എവിടെയെങ്കിലൊക്കെ തുരുമ്പിൻ്റെതായിട്ടുള്ള പ്രസൻസൊക്കെ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് പിന്നെ റിസ്ക്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇങ്ങനത്തെ എൻജിൻ സംബന്ധമായിട്ടുള്ള വർക്കുകൾ വരുമ്പോൾ പുതിയ ഓർഡർ കൊടുത്തിട്ട് ഐറ്റം നമ്മൾ എടുക്കുകയുള്ളൂ. അപ്പോൾ കാര്യം 2 ദിവസം നമുക്ക് ഡിലേ വരും. പക്ഷെ എന്നാൽ പോലും നമുക്ക് കിട്ടുന്ന പാർട്സുകൾ ഏറ്റവും ഫ്രഷ് ആയിട്ടുള്ള ഐറ്റം കിട്ടുമ്പോൾ നമുക്ക് അത്രയും ലൈഫ് കൂടുതൽ നമുക്കതുമേ യൂസ് ചെയ്യാം. കാരണം ഇതല്ലെങ്കിൽ സിലിണ്ടർ പിസ്റ്റൻ്റെ ഉള്ളിലൊക്കെ ഇടയ്ക്ക് ചെറിയൊരു തുരുമ്പിൻ്റെ പ്രസൻസൊക്കെ വന്നാൽ പോലും പിന്നീട് നമുക്കതൊരു പണിയായിട്ട് വരും. അപ്പോൾ അങ്ങനത്തെ റിസ്ക് ഒഴിവാക്കാനാണ് ആ രീതിയിൽ ചെയ്യണത്. പിന്നെ അതിൻ്റെ ക്ലച്ച് ഡിസ്ക് ഐറ്റംസൊക്കെ നമ്മൾ മാറ്റിയിടുന്നത്. ക്ലച്ച് ഡിസ്കൊക്കെ നമുക്ക് വരുമ്പോഴത്തേക്ക് 400 രൂപയാണ് ക്ലച്ച് ഡിസ്ക് വരാം. അതേപോലെ അതിൻ്റെ ക്ലച്ച് ഡിസ്കിൻ്റെ പ്രഷർ പ്ലേറ്റ് ഐറ്റംസൊക്കെ നമ്മൾ മാറ്റി വിടുന്നുണ്ട്. പ്രഷർ പ്ലേറ്റ് 141 രൂപ വരും. പിന്നെ ഇതിൻ്റെ ബാക്കിയത്തെ ഐറ്റംസ് ഇപ്പോൾ ക്യാം ചെയിൻ, ടൈമിംഗ് ചെയിൻ എന്ന് പറഞ്ഞ യൂണിറ്റൊക്കെ നമുക്ക് കിറ്റേപ്പടിയാൻ മാറും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമുക്ക് അതിൻ്റെ വീലുകൾ ഐറ്റംസ് എല്ലാം തന്നെ വരുന്നുണ്ട്. അപ്പോൾ 460 രൂപ നമുക്ക് അതിൻ്റെ കോസ്റ്റ് വരാം. പിന്നെ അതിൻ്റെ ഗിയർ ബോക്സിൽ വരുന്നത്, ഗിയർ ബോക്സിൻ്റെ ഈ ഭാഗത്ത് തന്നെ ബെയറിങ്ങളെല്ലാം തന്നെ പുതിയ ബെയറിങ്ങളൊക്കെ അടിച്ചിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ നമുക്ക് വാറണ്ടിയുടെ എന്ന് പറയുമ്പോഴത്തേക്കും 1 വർഷം വാറണ്ടിയാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് 3 പെയ്ഡ് സർവീസ് വരും. 4 മാസം കൂടുമ്പോൾ ജനറലായിട്ടുള്ള സർവീസ് അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്തു പോകേണ്ട വർക്കുകളാണ്. പിന്നെ അത് കൂടാണ്ട് അത് കൃത്യമായിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ മെൻഷൻ ചെയ്യാം. നമുക്ക് ഇത് വർക്ക് കംപ്ലീറ്റ് ആയതിനു ശേഷം വാറണ്ടിയുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എല്ലാം നമുക്ക് അതിനകത്ത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്ന രീതിയിൽ കറക്റ്റ് നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് ചെയ്തിട്ട് നമുക്ക് ഓൾറെഡി നമുക്ക് ഷെയർ ചെയ്തിട്ട് തരും. അപ്പോൾ അതിനകത്ത് 3 സർവീസ്, ഓരോ 4 മാസം കൂടുമ്പോഴാണ് സർവീസ് വരാം. ആദ്യത്തെ ഫസ്റ്റിലത്തെ നമ്മൾ പുതിയ വണ്ടി എടുത്താൽ നമ്മൾ ആദ്യം ഒരു മാസത്തിനുള്ളിൽ ഓയിൽ ചേഞ്ച് വിത്ത് ഫിൽറ്റർ ക്ലീനിങ് നടത്താറുണ്ട്. അതേപോലെ തന്നെ 1 മാസത്തിനുള്ളിൽ നമുക്ക് ഫിൽറ്റർ ക്ലീനിങ് കമ്പൽസറി ആയിട്ട് നമ്മൾ ചെയ്യേണ്ടതാണ്. ബാക്കിയത്തെ പിന്നെ നമുക്ക് അതനുസരിച്ച് നോക്കിയാൽ സർവീസ് വരുന്നത് 4 മാസം കൂടുമ്പോഴാണ്. ഓട്ടത്തിൻ്റെ അനുസരിച്ചിട്ട് എഞ്ചിൻ ഓയിലൊക്കെ കറക്റ്റായിട്ട് മാറ്റി വിടാമെന്നുള്ള 3000 കിലോമീറ്റർ ഓടുമ്പോൾ ഓയിൽ ചേഞ്ച് കൃത്യമായിട്ട് ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നല്ല ലൈഫ് കിട്ടും, വേറെ പ്രോബ്ലം ഒന്നുമില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ സെറ്റിങ്സ് ഇപ്പോൾ നമ്മൾ തുടങ്ങുന്നുള്ളൂ. അപ്പോൾ തുടങ്ങുന്ന ആ സമയത്ത് ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് നമ്മളിപ്പോൾ എൻ്റെ ഉള്ളിൽ ഉപയോഗിക്കുന്ന പാർട്സുകളുടെയൊക്കെ ഒരു ഡീറ്റെയിൽസ് അറിഞ്ഞിരിക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡീറ്റെയിൽസ് ഒന്ന് അപ്ഡേറ്റ് ചെയ്തെന്നുള്ളൂ. ഓക്കെ, വർക്ക് നാളത്തേക്ക് കംപ്ലീറ്റ് ആവുള്ളൂ. ഞാനിപ്പോൾ ഇന്ന് സെറ്റ് ചെയ്ത് വെച്ചാലും നാളെ വണ്ടിയുമ്പോൾ കയറ്റി സ്റ്റാർട്ടിങ്ങിലൊക്കെ ഇട്ടതിന് ശേഷമൊക്കെ വേണം തരാൻ പറ്റുള്ളൂ. നാളെ വൈകുന്നേരത്ത് ഒരു 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഡെലിവറി ചെയ്യാവുന്ന രീതിയിലാണ് നമ്മളിപ്പോൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഡീറ്റെയിൽസ് ഞാൻ അറിയിച്ചോളാം. ഓക്കെ.